ഗൈസ്, ഇന്ന് ഞാൻ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ബൈ ദ വേ, ഇതാണ് എൻ്റെ പുതിയ ക്രോപ്പ് ടോപ്പ്. ഇതിട്ടൊന്ന് പുളിയാവാനുണ്ട്, അതിനാണ് പുറത്ത് പോകുന്നത്. ഞാൻ എൻ്റെ അലാക്കിൻ്റെ വലിപ്പമുള്ള പാൻറ്, എൻ്റെ അലാക്കിൻ്റെ വലിപ്പമുള്ള പാൻറ്റിൻ്റെ എല്ലാവരും തുടപ്പാ വിളിച്ച് കളിയാക്കിൻ്റെ പാൻറ്റിൻ്റെ നീളം കുറച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ നീളം പത്തയാണ്. അലാക്കിൻ്റെ പാൻറ് തുടപ്പാച്ചിങ്ങിൽ ഇതൊക്കെ വിളിച്ച് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോടാണ് പറയുന്നത്. പാൻറ്റിൻ്റെ നീളം ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബൈ ദ വേ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞു വന്നത് ഗെറ്റ് റെഡി വിത്ത് അസ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഗൈസ്, മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. ഇതിൻ്റെ ഒരു എല്ലാം അതുണ്ട്. അപ്പം ഞാൻ പോണത് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. എൻ്റെ അമ്മാൻ്റെ കുടിക്കാണ് കേട്ടോ പോണത്. സോറി, എൻ്റെ അമ്മമാൻ്റെ കുടിക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക്. എന്ന് വെച്ചാൽ വീട് എന്ന് പറയുന്നത് പാലക്കോടാണ്. പാലക്കാടല്ല, പാലക്കോട്. അപ്പോൾ ഫസ്റ്റ് തന്നെ മുടി കാര്യമാണ്. എൻ്റെ ഈ കെട്ടുള്ള മുടി ഇത് സ്ട്രൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കല്യാണത്തിന് വന്നവർക്കൊക്കെ അറിയാം മുടി സ്ട്രൈറ്റ് ആക്കിയിരിക്കണോ. അപ്പോൾ നിങ്ങൾ പറയും സ്ട്രൈറ്റ് ആയെന്ന് ഇരിക്കണുണ്ടല്ലോ, ബട്ട് അത്ര അങ്ങോട്ട് സ്ട്രൈറ്റ് ഇല്ല കേട്ടോ. നമ്മൾ മുടി കെട്ടുകയാണ്. ഞാൻ പിന്നെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക, മുടി കെട്ടുള്ളൂ. മുടി കെട്ടി കഴിഞ്ഞിട്ട് ഔട്ട്ഫിറ്റും ഇട്ട് മുടിയും കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് ഇടുള്ളൂ കേട്ടോ. ഗൈസ്, അങ്ങനെ മുടി ഇട്ട് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഫെയർ ലവ്ലി ഇടാം കേട്ടോ. ഗൈസ്, ഫെയർ ലവ്ലി ഇട്ട് കഴിഞ്ഞു. അടുത്ത് പൗഡറാണ് കേട്ടോ. പൗഡർ നമ്മൾ പിന്നെ റോസ് പൗഡറാണ് ഇടുന്നത്. മേക്കപ്പ് സെറ്റൊക്കെ റോസ് പൗഡറാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. ബൈ ദ വേ, മൈ ഔട്ട്ഫിറ്റ് ഈസ് ദീസ്. ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ കിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ഗ്ലിറ്റർ പൗഡറാണ് ഇടുന്നത്. വിചാരിക്കണ്ടാവും ഞാൻ കല്യാണത്തിനാണോ പോകുന്നത്. എൻ്റെ മുഖത്തെ വെള്ളം നല്ലോണം എടുത്തറിയുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ സാധാ പൗഡർ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്ലഷ് പോലത്തെ ഈ ഒരു സംഭവം അപ്പം അങ്ങനെ തേമ്പിനുണ്ട് ഗൈസ്. ദിസ് ഈസ് മൈ ന്യൂ. ഓക്കെ, എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഓക്കെ, അതൊക്കെ ആയി. അടുത്ത് നമുക്ക് ഐ ഷാഡോ ഇടാം. ഐ ഷാഡോ ഞാൻ നല്ല ക്വാളിറ്റി ആണെന്ന് പറഞ്ഞ് വലിച്ചതാണ്, പൊട്ടിപ്പോയി ഗൈസ്. നമുക്ക് അടുത്ത് ഇതിടാം ഐ ഷാഡോ ഞാൻ ഇടുന്നത് അതൊക്കെ ഷെയ്ഡ് ഇടുക. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, ഇടാൻ പോകുന്നത്. ഓ ഗായ്സ്, എന്താണിത് ഗായ്സ്, കുറച്ച് ഓവറായോ എന്നൊരു കണ്ണങ്ങട്ട്. ഇത്രക്ക് അങ്ങോട്ട് പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഒക്കെ ഇത്തിരി ഓവറായ പോലെ എനിക്കൊരു തോന്നൽ.
ഗൈസിൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ പീള വളർന്നതാണ് സ്റ്റക്കായി നിന്ന് കേട്ടോ. പീലല്ല, കണ്ണൊക്കെ എന്തോ പൊടി മാറിയതാണ്. ഓക്കെ, മാത്രമല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം പെട്ടെന്ന് മറന്നുപോയി, അതുകൊണ്ടാണ് കേട്ടോ. മാത്രമല്ല ഞാനിത് പോസായിക്കാണ് എന്നാണ് കരുതിയത്. ബട്ട് ഗൈസ് പോസല്ലായിരുന്നു. മേക്കപ്പ് സെറ്റ് ഇത് കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ എടുക്കുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് ഇത്ര ടൈം എടുക്കണത് അറിയോ. ഇനി നമ്മൾ ലിപ്സ്റ്റിക്ക് പിന്നെ എവിടെ പോവുകയാണെങ്കിലും മസ്റ്റാണ്. പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും കൂടി ലിപ്സ്റ്റിക്ക് ഇട്ട് ഞാൻ ഇറങ്ങുള്ളൂ. അവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വല്ലാതെ ആരും യൂസ് ആക്കാറില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങൻ്റെ ഒരു ഷെയ്ഡ് കൂടി ഇട്ടാൽ രസം ഉണ്ടാവുമെന്ന് അറിയില്ല. ഒക്കെ ഓവറായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓവറായിട്ടില്ലല്ലോ, എവിടെയും ഓവറില്ലല്ലോ ഗൈസ്. ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ആക്കണം കേട്ടോ. സോറി ഗൈസ്, ഇത്ര മിനിറ്റ് ആവുന്നു ഞാൻ പോലും കരുതിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ലിപ്സ്റ്റിക്ക് നോക്കുകയാണ് ഗൈസ്. ലിപ്സ്റ്റിക്ക് അല്ലാതെ ഓക്കെ അല്ലേ? ഞാൻ ക്യൂട്ടായിട്ടില്ലേ, ഞാൻ സുന്ദരിയായിട്ടില്ലേ? മുടിയൊക്കെ വാരുന്നത് ശരിയാണ്. ഇവരൊക്കെ ഗൈസ് ഒക്കെ പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞി ബേബി ഹെയർസ് ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. ഗൈസ് ഉമ്മാൻ്റെ കൂടിയിട്ടൊരു ഇതുണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഒരു സംഭവം കാട്ടി തരാം. രണ്ടാമത് വാട്ടർ പ്രൂഫാണ്. ഞാൻ വെള്ളം നനച്ചിട്ടും കൂടി പോകാത്തൊരു ലിപ്സ്റ്റിക്കാണ്. ഓക്കെ ബൈ ബൈ. അപ്പോൾ ഞാൻ പോയി വരാം, എനിക്ക് പനിയാണ്. എൻ്റെ തൊണ്ണി എന്താണ് ഗൈസ് വാട്ട് ദിസ്? നിങ്ങളിത് കണ്ടിട്ട് എന്താണ് എന്നോട് പറയാതിരുന്നത്? ഭയങ്കര തെറ്റായി പോയിട്ട് ഗൈസ്. എൻ്റെ തൊണ്ടത്തെ സൗണ്ടൊക്കെ പോയി. ഓ ഗൈസ് മുഖത്ത് ഗ്ലിറ്റർ തിളങ്ങുന്നു കണ്ണമ്മലൊക്കെ. ബൈ ബൈ.